ഹലോ. ഓക്കെ, എന്നെ കേൾക്കാമോ? എന്നെ കേൾക്കാമോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവിലേക്ക് പോകാം. എനിക്ക് ചില ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ലൈവ് ശരിയാകുന്നില്ലായിരുന്നു. എനിവേ, അപ്പോൾ ഇന്ന് 2024 സുപ്രധാനമായ ഒരു ദിവസമാണ്. നമ്മുടെ ഇലക്ഷൻ 2024 ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 25% ആൾക്കാർ നാഷണൽ ലെവൽ അനുസരിച്ച് 25%-ത്തോളം ആൾക്കാർ വോട്ട് ചെയ്തു എന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തല്ലോ അല്ലേ? ഞാൻ രാവിലെ തന്നെ പോയി. ഞാൻ രാവിലെ ഏകദേശം ഒരു 7 മണി ആയപ്പോൾ തന്നെ ബൂത്തിലെത്തി. പക്ഷേ അപ്പോൾ തന്നെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചൂടിൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ കൊണ്ടായിരിക്കാം ഭയങ്കര ക്യൂ ആയിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം എടുത്തു വോട്ട് ചെയ്ത് തിരിച്ചു പോരാനായിട്ട്. അപ്പോൾ ഇതേ എൻ്റെ എല്ലാവർക്കും കാണാമല്ലോ, എൻ്റെ ജനാധിപത്യ അവകാശം ഞാൻ വിനിയോഗിച്ചതിൻ്റെ അടയാളം. ഓക്കെ, അപ്പം ഇന്നത്തെ ലൈവിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് പവിത്ര ഉണ്ണി സ്മൈലി ഇട്ടിട്ടുണ്ട്, ജയശ്രീ സ്മൈലി ഇട്ടിട്ടുണ്ട്, പവിത്ര ഉണ്ണി കാണാമെന്ന് എഴുതിയിട്ടുണ്ട്, ദിവ്യ ശ്രീകുമാർ യെസ് എന്നെഴുതിയിട്ടുണ്ട്. കൂടുതൽ കമൻസ് പോരട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വിസിലേക്ക് കടക്കാം. ഇന്നത്തെ ക്വിസ് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ സംബന്ധിയായ ഒരു ക്വിസാണ്. ഞാൻ 10 ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് കരുതുന്നത്. അതിൽ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നയാൾക്ക് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, അങ്ങനെ 3 സ്ഥാനങ്ങൾ വരെ നൽകാം എന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെറുതെ പ്രൈസ് ഉണ്ട് എന്ന് പറയുക മാത്രമല്ല കേട്ടോ, ഈ ക്വിസിൻ്റെ അവസാനം പ്രൈസ് ഡിസ്ട്രിബ്യൂഷനുമുണ്ട്. അതുകൊണ്ട് ആരും പോകരുത്. എക്സൈറ്റിംഗ് പ്രൈസസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആക്റ്റീവായി പങ്കെടുക്കുക, കൂടുതൽ പോയിന്റ്സ് നേടാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ആദ്യത്തെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്നത്തെ വോട്ടിംഗ് സമയം ഏതാണ്? എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് വോട്ടിംഗ് സമയം? ആരും ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്നത്തെ വോട്ടിംഗ് സമയം ഏതാണ്? എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഇന്നത്തെ വോട്ടിംഗ് സമയം? ഞാൻ പറഞ്ഞതുപോലെ 10 ചോദ്യങ്ങളാണ്. അതിൽ 1ാമത്തെ ചോദ്യമാണ്. ഓക്കെ, ദിവ്യ ശ്രീകുമാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 7 AM to 6 PM. ഓക്കെ. അപർണ ആനന്ദ് പറയുന്നു 7 to 5. പവിത്ര 8 to 5.
ഓക്കെ, ഒരു രണ്ട് ഉത്തരങ്ങളും കൂടെ പോരട്ടെ, എന്നിട്ട് ആരുടേതാണ് കറക്റ്റ് ടൈം എന്ന് ഞാൻ പറയാം. ജയശ്രീ ജോൺ 7 AM to 6 PM എന്ന് പറയുന്നു. ദിവ്യ ശ്രീകുമാറിനും അതേ ഉത്തരം തന്നെയാണ്, 7 AM to 6 PM. ഓക്കെ, കൂടുതൽ കമൻസ് കാണുന്നില്ല. ഓക്കെ, എങ്കിൽ ശരി ഉത്തരം 7 AM to 6 PM എന്നുള്ളതാണ്. ആദ്യം ഉത്തരം പറഞ്ഞത് ദിവ്യ ശ്രീകുമാറാണ്, അതുകൊണ്ട് ദിവ്യയ്ക്ക് ഒരു പോയിന്റ്. ജയശ്രീ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത ചോദ്യത്തിന് സ്കോർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. വോട്ടിംഗ് സമയം ഏതാണ് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്ന ദിവ്യ ശ്രീകുമാറാണ്. ദിവ്യയ്ക്ക് ഒരു പോയിന്റ്. ശ്രീകാന്ത് നാരായണനും 7 AM to 6 PM എന്ന് പറയുന്നു. പക്ഷേ ദിവ്യ ഓൾറെഡി പോയിന്റ് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം ഇത്തവണത്തെ ഇലക്ഷന്, ലോക്സഭാ ഇലക്ഷന് കേരളത്തിൽ നിന്നുള്ള വോട്ടർമാരുടെ എണ്ണം എത്ര എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. നമുക്കറിയാം, നമ്മുടെ മില്യൺസും കടന്ന് ബില്യൺസിൽ എത്തി നിൽക്കുന്ന നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. 18 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്കേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെട്ട എത്ര വോട്ടർമാരാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതുവരെ ഉത്തരങ്ങളൊന്നും കാണുന്നില്ല. കേരളത്തിലെ ഇത്തവണത്തെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ അർഹതയുള്ള വോട്ടർമാരുടെ എണ്ണം. GK ഒന്നും അല്ല രമ്യ ഭാരതി. രമ്യ ഭാരതി എഴുതിയിരിക്കുന്നു GK ആണല്ലേ. അപ്പോൾ ഞാൻ വാ തുറക്കുന്നില്ല. വാ തുറക്കണ്ട, ടൈപ്പ് ചെയ്താൽ മതി. വാ തുറക്കണമെങ്കിൽ തുറക്കാം കേട്ടോ, ഞാൻ ക്ഷണിക്കട്ടെ വാ തുറക്കാൻ. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഇത്തവണത്തെ വോട്ടർമാരുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. ഇതുവരെ ആരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫാബി നിസാർ, മൈ ഗോഡ്, ഒരാളെ പോലും വിടാതെയാണ് കേട്ടോ. 2,74,46,039 എന്നുള്ളതാണ് ഫാബി നിസാറിൻ്റെ ഉത്തരം. രമ്യ എഴുതിയിരിക്കുന്നു 3 കുറവ് ഞാനും കെട്ടിയവനും. അത് കഷ്ടമായി പോയി കേട്ടോ. നിങ്ങൾക്ക് നാട്ടിൽ വന്ന് വോട്ട് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇനിയും 5 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. മോശമായി പോയി. എനിവേ, രമ്യ ഭാരതി ഗൂഗിൾ കള്ളി എന്ന് വിളിക്കുന്നു. ആരെയാണോ? ഫാബിക്കിട്ടാണ് കേട്ടോ. അതെ, പവിത്ര ഉണ്ണി പറഞ്ഞിരിക്കുന്നു ഫാബിക്ക് എണ്ണാൻ അറിയാം. ഓക്കെ, എണ്ണാൻ അറിയാവുന്നവർ എല്ലാവരും കൂടെ കടന്നു വരൂ. നല്ല ക്വിസ്സാണ്, വെരി സിമ്പിൾ ക്വിസ്. അപ്പോൾ ഒരാൾ മാത്രമേ ഇതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. 2,74,46,039 പേർ. ഓക്കെ, എന്നാലൊരു സത്യം പറയട്ടെ, ഞാനിങ്ങനെ 39 പേരെ ഒന്നും എണ്ണിയില്ല. എൻ്റെ കയ്യിലുള്ള കണക്ക് നമുക്ക് ഫാബിക്ക് പോയിന്റ് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലെ കണക്ക് 2.77 കോടി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിട്ടുപോയ ഇൻഡിവിജ്വൽ പീപ്പിൾ ഇഷ്ടം പോലെ കാണും, അല്ലെങ്കിൽ ഞാൻ അധികം എണ്ണിയവർ കാണും. എൻ്റേത് 2.77 കോടി എന്നുള്ളതാണ്. ഫാബിയുടെ ആൻസർ അതിനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഫാബിക്ക് ഒരു പോയിന്റ്. അതുകൊണ്ട് ഇതുവരെയുള്ള പോയിന്റ്സ് ദിവ്യ ശ്രീകുമാറിന് ഒരു പോയിന്റ്, ഫാബി നിസാറിന് ഒരു പോയിന്റ്. ഫാബിക്ക് എണ്ണാൻ അറിയാമെന്ന് പവിത്ര ഉണ്ണി പറയുന്നു. രമ്യ പറയുന്നു സംശയമുള്ളവർ എണ്ണി നോക്കട്ടെ അല്ലേ. അതെനിക്കിട്ട് വെച്ചതാണ്. ഓക്കെ ഫാബി, ഞാനും എണ്ണാൻ കൂടാം കേട്ടോ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. മുർഷിദ, മുർഷിദ, കുറച്ചുകൂടെ ഈസി ആയ ചോദ്യം ചോദിച്ചൂടെ? മൈ ഗോഡ്, എൻ്റെ പർവി, ഞാൻ ഇതിലും ഈസി ആയിട്ട് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്? എൻ്റെ ഒരു സ്റ്റാൻഡേർഡില്ലേ? ഓക്കെ, അടുത്തത് ശ്രീകാന്ത് നാരായണൻ്റെ കമൻ്റാണ്. ശിവൻകുട്ടി ചേട്ടൻ ശിവൻകുട്ടി ചേട്ടൻ എണ്ണിയാൽ എത്രയാണോ അത്രയും. ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ശിവൻകുട്ടി ചേട്ടനെ. എനിവേ, നമ്മുടെ ഉത്തരം അതല്ല, അതുകൊണ്ട് ശ്രീകാന്ത് നാരായണന് പോയിന്റ് ഇല്ല.
ഫാബി നിസാർ പിന്നല്ല എന്ന് പറയുന്നു. ജയശ്രീ ജോൺ 2.75 ക്രോസ് എന്ന് പറയുന്നു. എനിവേ ലേറ്റ് ആയിപ്പോയി ജയശ്രീ, ഞാൻ പോയിന്റ് ഫാബിക്ക് കൊടുത്തുപോയി. ഓക്കെ, രമ്യ ഭാരതി, ഇങ്ങനെ വേണം ഉത്തരം പറയാൻ. അത് തന്നെ, ആർക്കും സംശയം തോന്നരുത്. വേണമെന്ന് തോന്നുന്നവർ പോയി എണ്ണി നോക്കട്ടെ. അപ്പം ദിവ്യയ്ക്ക് 1 പോയിന്റ്, ഫാബിക്ക് 1 പോയിന്റ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആവേശകരമായ ക്വിസിന്റെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കേരളത്തിൽ ഇത്തവണത്തെ ഇലക്ഷന് 2024 ലോക്സഭാ ഇലക്ഷന് എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വെരി ഈസി അല്ലേ? അടുത്തിരിക്കുന്ന പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പർവി, നമുക്കിട്ട് നല്ലതുപോലെ വരുന്നുണ്ട് കേട്ടോ അല്ലേ? പർവി, കോഴിയുടെ ഇന്നത്തെ വില പറയാമോ പർവി? പോയിന്റ് തരണമെന്ന് ഞാൻ നോക്കാം. അപ്പം ഞാൻ പോകല്ലേ പർവി, പ്ലീസ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പൊക്കോ. കേരളത്തിൽ എത്ര സ്ഥാനാർത്ഥികളാണ് ഇത്തവണത്തെ ലോക്സഭ ഇലക്ഷന് ഉള്ളത്? ദിവ്യ ശ്രീകുമാർ 168 എന്ന് പറയുന്നു. ജയശ്രീ ജോൺ 194 എന്ന് പറയുന്നു. കൂടുതൽ ഉത്തരങ്ങൾ പോരട്ടെ. ആവേശകരമായ മത്സരമാണ്. സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടമാണ്. ഓക്കെ, എനിക്ക് തിന്നാനേ അറിയൂ. സ്ഥാനാർത്ഥികളെ ഒന്നും പോയി തിന്നേക്കല്ല് കേട്ടോ, അതൊക്കെ ഭയങ്കര അബദ്ധമായി പോകും. ഓക്കെ, മുർഷിദ, വില നോക്കാൻ അറിയൂല. ഓക്കെ, സ്ഥാനാർത്ഥികളുടെ കാര്യമാണോ അതോ കോഴിയുടെ കാര്യമാണോ? ദിവ്യ, ഗസ്സാണ്, ഓർമ്മ വരുന്നില്ല. ഫാബി നിസാർ 194. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ ഈ ക്വസ്റ്റിനെ ഇവിടെ ക്ലോസ് ചെയ്യാം. 3 പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ദിവ്യ ശ്രീകുമാർ 168, ജയശ്രീ ജോൺ 194, ഫാബി നിസാർ 194. പക്ഷേ ആദ്യം ഉത്തരം വന്നത് ജയശ്രീയുടേതാണ്. കറക്റ്റ് ഉത്തരം വന്നത് ജയശ്രീയുടേതാണ്. അതുകൊണ്ട് ജയശ്രീക്ക് 1 പോയിന്റ്, അതായത് 194 സ്ഥാനാർത്ഥികളാണ് ഇത്തവണത്തെ ഇലക്ഷന് ഉള്ളത്. പർവി പിന്നെയും കോഴിയെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. കൂവിയേക്കല്ലേ, നട്ടുച്ചയാണ് കേട്ടോ. ഓക്കെ, അടുത്ത നമുക്കപ്പോൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1192 എന്ന് പറയുന്നു ലക്ഷ്മി പ്രഭ. ലക്ഷ്മി, ഞാൻ കേരളത്തിലേത് മാത്രമാണ് ചോദിച്ചത് കേട്ടോ. നമ്മുടെ 40 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണമാണ് ഞാൻ ചോദിച്ചത്. അത് 194 കേട്ടോ. ഓക്കെ, അപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് അതിലും ഈസിയാണ്. വി പാറ്റ് എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? വി പാറ്റ് എന്നതിൻ്റെ ഫുൾ ഫോം നമ്മൾ ഇഷ്ടംപോലെ അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് ഈയിടെയായിട്ട്. സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട് വി പാറ്റ് എണ്ണണ്ട എന്നൊക്കെയുള്ള വാദഗതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി പാറ്റിൻ്റെ ഫുൾ ഫോം ദിവ്യ ശ്രീകുമാർ ലക്ഷ്മി പ്രഭയോട് പറയുന്നതാണെന്ന് തോന്നുന്നു. കുറച്ച് പേർക്ക് അല്ല, ലക്ഷ്മി പ്രഭയോടല്ല, തെറ്റിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് പേർക്ക് പിൻവലിച്ചുകൂടായിരുന്നോ? കാരണം ദിവ്യ എങ്ങനെ എണ്ണിയിട്ട് 168 സ്ഥാനാർത്ഥികളേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങി. വി പാറ്റ് എന്നതിൻ്റെ ഫുൾ ഫോം ഒരു ആൻസർ വന്നിട്ടുണ്ട്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് ഫാബി നിസാർ പറയുന്നത്. ദിവ്യ ശ്രീകുമാർ പറയുന്നത് വോട്ടർ ഓഡിറ്റ് പേപ്പർ വെരിഫൈഡ് ട്രയൽ എന്നാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് ഷാനി ടി മാത്യു മുണ്ടയ്ക്കാമണ്ണിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ കടുത്ത മത്സരമാണ്. ഒത്തിരി പേര് ആൻസറും കൊണ്ട് വരുന്നുണ്ട്. ജയശ്രീ ജോൺ പറയുന്നു വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ, ഇപ്പോൾ 4 പേര് ഇതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ ലോക്ക് ചെയ്യാം. ഇതിലെ കറക്റ്റ് ആൻസർ ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ് എന്ന് നോക്കാം. കറക്റ്റ് ആൻസർ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫാബി നിസാറാണ്. അപ്പോൾ ഫാബിക്ക് 1 പോയിന്റും കൂടെ. ഫാബി കറക്റ്റ് ആൻസർ പറഞ്ഞു. ഷാനി പറഞ്ഞു. ജയശ്രീ ജോൺ പറഞ്ഞതിൽ വെരിഫയബിൾ എന്നുള്ളത് എടുത്ത് വെരിഫൈഡ് എന്നാണ് പറഞ്ഞത്. എനിവേ,
ഫാബി 2 പോയിന്റുമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. കമോൺ ഫാബി, കമോൺ എവരിബഡി. അപ്പം ഫാബിയെ നമുക്ക് തോപ്പിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം, ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വാശിയേറിയ മത്സരം അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. പവിത്ര ഉണ്ണി പറഞ്ഞിരിക്കുന്നു ഫാബിക്ക് ലോക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആരാ ഫാബി കൂടെ ഉള്ളത്? പാച്ചൂട്ടനാണോ? ദിവ്യ ശ്രീകുമാർ വീണ്ടും സങ്കടത്തിലായി, തെറ്റിപ്പോയി. സാരമില്ല ദിവ്യ, ഇനിയുണ്ട് 6 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് കേട്ടോ. അല്ല, ഇനി അതെ 6 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് വീണ്ടും കടുത്ത മത്സരബുദ്ധിയോടെ മുന്നോട്ട് പോകാം. ലക്ഷ്മി പ്രഭ പറയുന്നു വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ. അത് കറക്റ്റാണ്. ആ ക്വസ്റ്റ്യൻ ലോക്കായി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇന്ത്യ, നമ്മൾ എന്നും കേൾക്കുന്ന ഇന്ത്യ അല്ല, ഈയിടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്ത്യ ഉണ്ട്. പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു അലയൻസ്. അപ്പോൾ ആ ഇന്ത്യയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യ. ഫാബി എഴുതിയിരിക്കുന്ന പാച്ചൂട്ടൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പാച്ചൂട്ടൻ മതിയല്ലോ, പിന്നെ വേറെ ആര് വേണം ഫാബി? എനിവേ, ഫാബിയും പാച്ചൂട്ടനും കൂടെ ഭയങ്കര പെർഫോമൻസ് ആണ് കേട്ടോ. പാച്ചൂട്ടനോട് ഇതിന്റെ ആൻസർ ഒന്ന് ചോദിച്ചേ. ഇന്ത്യയുടെ ഫുൾ ഫോം. ഇന്ത്യയുടെ ഫുൾ ഫോം. ഇതുവരെ ആരും ആൻസർ ഒന്നും തന്നിട്ടില്ല. ലൈവ് ആണല്ലോ അല്ലേ? എന്നെ കാണാമോ എല്ലാവർക്കും? ഇവിടെ പുവർ കണക്ഷൻ, സ്ലോ കണക്ഷൻ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടോ അവിടെ? എനിക്ക് ആരുടെയും റെസ്പോൺസസ് കിട്ടുന്നില്ല. എൻ്റെ 5ാമത്തെ ചോദ്യം ഇന്ത്യ. ഓക്കെ, ദീപ കാണാം. ദീപ ആൻസറും കൂടെ പറയൂ. ഇന്ത്യയുടെ ഫുൾ ഫോം. INDIA എന്ന അലയൻസിന്റെ ഫുൾ ഫോം. പവിത്ര ഉണ്ണി കാണാമെന്ന് പറയുന്നു. ഷാനി, ഓക്കെ, ഷാനി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, സ്ലോ കണക്ഷൻ എന്ന് കാണിക്കുന്നു. എനിക്ക് ഒന്ന് മാറിയാലേ പറ്റുള്ളൂ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പറയുന്നു. ഷാനി ടി മാത്യു മുട്ടക്കാമണ്ണിൽ. ദിവ്യ ശ്രീകുമാറും പറയുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന് ദിവ്യ ശ്രീകുമാറും പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? വേറെ ആൻസർ എന്തെങ്കിലും ഉണ്ടോ? എന്തിയെ ഫാബി പോയോ? രമ്യ ഭാരതി കാണുന്നില്ലല്ലോ. പർവി കോഴിയുടെ വില അന്വേഷിച്ച് പോയെന്ന് തോന്നുന്നു. ജയശ്രീ ജോൺ, ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്. ഓക്കെ, ഒരേ ആൻസർ തന്നെയാണ്. ഫാബി നിസാറും പറഞ്ഞിട്ടുണ്ട്. ഫാബി നിസാറിന് കൂടെയുണ്ട്. ദ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഷാനി ടി മാത്യുവിന് 1 പോയിന്റ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇതുവരെയുള്ള പോയിന്റ് നില പറയുകയാണെങ്കിൽ ദിവ്യ ശ്രീകുമാറിന് 1, ഫാബി നിസാറിന് 2, ജയശ്രീ ജോണിന് 1 പോയിന്റ്, ഷാനി ടി മുണ്ടയ്ക്കാമണ്ണിലിന് 1 പോയിന്റ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പോയിന്റ് നില. ഓക്കെ, ദീപ പെരുമാളും ആവേശത്തോടെ വന്നിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് നേഷൻ ഡിക്ലെയർഡ് ഇൻ ഓഗസ്റ്റ്. മൈ ഗോഡ്. ദീപ, ഓക്കെ. പവിത്രമണി ഭാരത് എന്ന് പറയുന്നു. ലക്ഷ്മി പ്രഭ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്. അപ്പോൾ ഒത്തിരി പേര് അതിന്റെ ആൻസറും കൊണ്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഈ ക്വസ്റ്റ്യൻ ഇവിടെ ലോക്ക് ചെയ്യുകയാണ്. നമ്മളിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ. 10 ക്വസ്റ്റ്യൻ മതിയാകുകയല്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, കമന്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏത് വർഷമാണ് നടന്നത്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ്? അതാണ് എൻ്റെ 6ാമത്തെ ക്വസ്റ്റ്യൻ. ആരെങ്കിലും ലൈവിൽ വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഞാൻ റിക്വസ്റ്റ് അയക്കാം. ആരെങ്കിലും
താല്പര്യപ്പെടുന്നെങ്കിൽ ഓൺ ലൈവിൽ വന്ന് സംസാരിക്കാം, ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് വരുന്നുണ്ട്. ദീപ പെരുമാൾ 51, 52, ഫാബി നിസാർ 1952, ദിവ്യ ശ്രീകുമാർ 1951, ഷാനി ടി മാത്യു 1950. ഇനിയുണ്ടോ? ഓക്കെ, എന്റെ ചോദ്യം ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ് എന്നായിരുന്നു. ദീപ പെരുമാള് 51, 52 എന്ന് പറയുന്നു, ഫാബി നിസാർ 52 എന്ന് പറയുന്നു, ദിവ്യ ശ്രീകുമാർ 51, ഷാനി 50, ജയശ്രീ ജോൺ 51, 52. ഓക്കെ, 5 പേർ ആൻസർ പറഞ്ഞു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ലോക്ക് ചെയ്യാം. ഫാബി പറയുന്നു എനിക്ക് ലൈവ് കട്ടാവുന്നു. എല്ലാവർക്കും അങ്ങനെയാണോ? എനിക്ക് സ്ലോ കണക്ഷൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ശരിക്കും പറഞ്ഞാൽ 1951 to 52 ആണ്. 52വിലാണ് ഉദ്ദേശിച്ചതെങ്കിലും നോർത്തിലെ ചില സ്റ്റേറ്റ്സിന് ഫെബ്രുവരി മാർച്ച് മാസം 52 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ആ മാസങ്ങളിൽ നോർത്തിലെ ചില സ്റ്റേറ്റ്സിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ നേരത്തെ വെച്ചു. അപ്പൊ 51 ഒക്ടോബറിലാണ് അവിടെ വെച്ചത്. അതുകൊണ്ട് നമ്മളിത് 51, 52 എന്നാണ് പറയുന്നത് ആദ്യത്തെ ലോക്സഭാ ഇലക്ഷന്റെ ടൈം. അതുകൊണ്ട് ദീപ പെരുമാൾ 51, 52 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപയ്ക്ക് അതുകൊണ്ട് ഒരു പോയിന്റ്. ഓക്കെ, സന്തോഷായില്ലേ ദീപ? ഓക്കെ, ഭാവി ലക്ഷ്മി പ്രഭ പറയുന്നു 51, 52, രമ്യ പ്രിൻസ് 1952 മെയ് എന്ന് പറയുന്നു. ഓക്കെ, കറക്റ്റ് 51, 1951, 1952 ആണ്. ഞാനതിന്റെ സാഹചര്യവും ഇപ്പൊ ഇവിടെ വിശദീകരിച്ചു. ഒക്ടോബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയായിരുന്നു ആദ്യത്തെ ഇലക്ഷൻ. ഓക്കെ, അപ്പം ദീപ പെരുമാളിനാണ് ഇത്തവണത്തെ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. സന്തോഷമായി സിൽവി കൊച്ചെ എന്ന് ദീപ പെരുമാളും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് മുന്നോട്ട് വരൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. നമ്മള് 6 കഴിഞ്ഞു. ഇനി 7ാമത്തേതാണ്. എത്രാമത്തെ ലോക്സഭാ ഇലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയുടെ എത്രാമത്തെ ലോക്സഭാ ഇലക്ഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? രമ്യ പ്രിൻസ് കൺഗ്രാചുലേഷൻസ് ഡബ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. പോയിന്റ് കിട്ടിയവരെല്ലാരും ചാടി പറയൂ. ആദ്യത്തെ ഓക്കെ, 1ാം സ്ഥാനത്ത് ഇതുവരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫാബി നിസാർ ആണ്, 2 പോയിന്റ്. 2ാം സ്ഥാനത്തിന് കടുപിടിയാണ്. ദിവ്യ ശ്രീകുമാറിന് 1 പോയിന്റ്, ജയശ്രീക്ക് 1 പോയിന്റ്, ഷാനിക്ക് 1 പോയിന്റ്, ദീപ പെരുമാളിന് 1 പോയിന്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിന് ചാടി ഉത്തരം പറഞ്ഞോളൂ. എത്രാമത്തെ ലോക്സഭാ ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പവിത്രമണി പറയുന്നു അവസാനത്തേതാവരുതെന്ന് പ്രത്യാശിക്കാം. അതെ, നമുക്ക് അങ്ങനെ തന്നെ പ്രത്യാശിക്കാം. അങ്ങനെ ആവാൻ പാടില്ല. നമ്മുടേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി. അതുകൊണ്ട് ദിസ് ലെഗസി ഷുഡ് ഗോ ഓൺ. അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാൻ ആശിക്കാം. ജെംസ് ജോസഫ് കുഴിപ്പാലയിൽ പറയുന്നു 16ാമത്തെ ഇലക്ഷൻ ആണെന്ന് ഇത്തവണത്തേത്. വേറെ ആർക്കും ആൻസർ ഒന്നും ഇല്ലേ? ഒരാൾ മാത്രമാണ് ഇതുവരെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ജെംസ് ജോസഫ് കുഴിപ്പാലയിൽ 16 എന്ന ആൻസറുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അടുത്ത ആൻസർ പോരട്ടെ? അടുത്ത ആരും ഇല്ലേ? ഹലോ ജെംസ്, ഹായ് ജെംസ്. ഓക്കെ, ദിവ്യ ശ്രീകുമാർ 18 എന്ന് പറയുന്നു. വേറെ ഉത്തരങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഹലോ ജെംസ്, ആരെങ്കിലും ലൈവിൽ വരുന്നുണ്ടോ? ദീപ പെരുമാൾ പറയുന്നു 17ാമത്തേത് എന്ന്. ഞാൻ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയക്കുന്നുണ്ട്. പറ്റുന്നവർ ലൈവിൽ വരിക. ഓക്കെ, ജയശ്രീ ജോൺ 18 എന്ന് പറയുന്നു, ദീപ പെരുമാൾ 17 എന്ന് പറയുന്നു, ദിവ്യ ശ്രീകുമാർ 18 ആണ്, ജെംസിന് 16 ആണ്. സബ്ന നിച്ചു, ഹായ് സബ്ന. എന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? എന്റെ ചോദ്യം ഇതാണ്: എത്രാമത്തെ ലോക്സഭാ ഇലക്ഷനാണ് ഇപ്പോൾ ഈ 2024 നടന്നുകൊണ്ടിരിക്കുന്നത്? ഫാബി നിസാർ 18 എന്ന് പറയുന്നു,
ഓക്കെ, നമുക്കിപ്പോ ഓൾറെഡി 1, 2, 3, 4, 5 പേരുടെ ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ജെൻസ് 16 എന്ന് പറഞ്ഞു, ദിവ്യ 18, ദീപ 17, ജയശ്രീ 18, സബ്ന അല്ല റാബി നിസാർ 18. അപ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നത്, ശരിയായ ഉത്തരം 18ാമത്തേത് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതില് ആദ്യം ശരിയായ ഉത്തരം പറഞ്ഞ ദിവ്യ ശ്രീകുമാറിനാണ്. അതുകൊണ്ട് ദിവ്യക്ക് 1 പോയിന്റ്. അപ്പോൾ ദിവ്യക്ക് ഇപ്പോൾ 2 പോയിന്റ് ഉണ്ട്, ഫാബിക്ക് 2 പോയിന്റ്. ജയശ്രീക്കും ഷാനിറ്റിക്കും ദീപ പെരുമാളിനും ഓരോ പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വാശിയേറിയ മത്സരം കടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും എന്റെ കൂടെ ലൈവിന് ചേരുന്നുണ്ടോ? ഇന്നത്തെ വോട്ടിങ്ങിനെ കുറിച്ച്, ഇന്നത്തെ വോട്ടിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ? ആരെയും എനിക്ക് കിട്ടുന്നില്ല ലൈവില്. ഓക്കെ, ഞാൻ ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ, അല്ലെങ്കിൽ അത് വേണ്ട, ഇലക്ഷൻ സംബന്ധിയായത് മാത്രം ചോദിക്കാം. രമ്യ പ്രിൻസ് ഈസ് ഇറ്റ് 18th എന്ന് ചോദിക്കുന്നു. 18th ആണ്. 2019 17ാമത്തേതായിരുന്നു. ഇത്തവണ നടക്കുന്നത് 18ാമത്തേതാണ്. ഓക്കെ, അപ്പൊ ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. 8ാമത്തെ ചോദ്യം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ ആദ്യം ഉപയോഗിച്ചത് ആരാണ്? അതാണ് എന്റെ അടുത്ത ചോദ്യം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ ആദ്യം ഉപയോഗിച്ചത് ഏത് വർഷമാണ്? ഓക്കെ, ഞങ്ങൾക്ക് മെയ് 7-നാണ്. ഓക്കെ, നിങ്ങളുടെ ഇലക്ഷൻ ഓക്കെ കേരളത്തില് ഇന്നാണ് കേട്ടോ, ഏപ്രിൽ 27-ന്. ദീപ പെരുമാൾ 17th ലോക്സഭ formed in 2019 is the one currently in office. So this election is for the 18th. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ഇത്തവണ 18ാമത്തെ ലോക്സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ ആണ്. നോർത്ത് പറവൂർ, കേരള. ജി സ്കൈതാരൻ. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എവിടെയാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ദീപ പെരുമാൾ പറഞ്ഞിരിക്കുന്നു 1982-ലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യം ഉപയോഗിച്ചത് എന്ന് പറയുന്നു. ജി സ്കൈതാരം മെയ് 7 എന്ന് പറയുന്നു. അതെന്താ നോർത്ത് പറവൂരില് മെയ് 7-ന് സ്ഥാനാർത്ഥി മരിക്കുകയോ വല്ലതും ചെയ്തോ? ഓക്കെ, അപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം ഒരാളെ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ ആദ്യം ഉപയോഗിച്ചത് ഏത് വർഷമാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. EVM first used in 1982 in the 70 Parur Assembly Constituency of Kerala. ഞാൻ എന്റെ ചോദ്യം, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ, ഞാനുള്ളത് പറയട്ടെ. പക്ഷെ എന്റെ ചോദ്യം, നമ്മൾ വ്യാപകമായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചാണല്ലോ, അങ്ങനെയാണ്. പക്ഷെ വ്യാപകമായിട്ട് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് എന്നാണ്. ജയശ്രീ 1982 എന്ന് പറയുന്നു, ജി സ്കൈതാരം 82 എന്ന് പറയുന്നു, രമ്യ പ്രിൻസ് 82 എന്ന് പറയുന്നു. എന്നാൽ എന്റെ ഉത്തരം തെറ്റായിരിക്കാം. സോറി ഗൈസ്, എനിക്ക് 2004 എന്നുള്ളതാണ് എന്റെ ഉത്തരം. ഒരുപക്ഷെ എന്റേത് തെറ്റായിരിക്കാം, ഞാനെന്നാ തെറ്റി വായിച്ചതായിരിക്കണം. എങ്കിലും 82-ൽ ഉണ്ടായിരുന്നു നമുക്ക്. ഓക്കെ, ദിവ്യ ശ്രീകുമാർ മെയ് 25 എന്ന് പറയുന്നു. ജെയിംസ് ജോസഫ് കുഴിപ്പാലയിൽ 2007 എന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം എന്റെ കയ്യിലുള്ള ഉത്തരം 2004 എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യട്ടെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായം പറയുന്നതനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ 1982 ആദ്യം പറഞ്ഞയാൾക്ക് പോയിന്റ് കൊടുക്കാം. 1982 കറക്റ്റ് ആണെന്ന് ജി സ്കൈതാരം പറയുന്നു. പൂർണ്ണമായി വോട്ടിംഗ് മെഷീൻ ആവും. അതെ, പൂർണ്ണമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചതാണ് 2004 എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതും അതായിരുന്നു. പക്ഷെ എന്റെ ചോദ്യം ഇങ്ങനെയായി പോയി, ആദ്യം ഉപയോഗിച്ചത് എന്നാണ്
എന്നാണ് ചോദിച്ചത്. ഇൻ 2004 in the general election the EVMs were used in all 543 parliamentary constituencies for the first time. Since the time all state assembly and parliamentary elections are held using the EVMs. Okay, അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ഒരു ഇതിനു മുമ്പ് ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്തോട്ടെ. എന്താണ് ജനറൽ അഭിപ്രായം ഒന്ന് പറയാമോ? അതിനോട് യോജിക്കുന്നവരൊന്ന് തംസപ്പ് ഇടാമോ ഇത് ക്യാൻസൽ ചെയ്യാൻ? അല്ലെങ്കിൽ ആദ്യം 1982 പറഞ്ഞവർക്ക് ഞാൻ കൊടുക്കണം. ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ജീസ് ഓക്കെ പറയുന്നു, പവിത്ര ക്യാൻസൽ എന്ന് പറയുന്നു. ഓക്കെ, ഒരാളൂടെ പറയുവാണെങ്കിൽ നമുക്ക് ഇതങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം. ഓക്കെ, ക്യാൻസൽ ചെയ്യാം. താങ്ക് യു. അപ്പൊ 3 പേര് ക്യാൻസൽ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഓക്കെ, അടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെരുമാറ്റച്ചട്ടം, അതായത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അഥവാ പെരുമാറ്റച്ചട്ടം എപ്പോഴാണ്, ഒരു ഇലക്ഷന്റെ സമയത്ത് എപ്പോഴാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്? അതാണ് എന്റെ ചോദ്യം. താങ്ക് യു. രമ്യ പ്രിൻസും ക്യാൻസൽ പറയുന്നു. ജെൻസ് ജോസഫ് കുഴിപ്പാലയിൽ ക്യാൻസൽ പറയുന്നു. താങ്ക് യു. ജീസ് കൈതാരം, ദിവ്യ ശ്രീകുമാർ, ദീപ പെരുമാൾ, പവിത്ര ഉണ്ണി എല്ലാം ക്യാൻസൽ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റച്ചട്ടം ഒരു ഇലക്ഷന്റെ സമയത്ത് എപ്പോഴാണ് നിലവിൽ വരുന്നത്? എനിക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആരെയും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പവിത്ര ഉണ്ണി തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നു. വെൻ ഇലക്ഷൻ ഡേറ്റ്സ് ഡിക്ലെയർഡ് എന്ന് ജീസ് കൈതാരം പറയുന്നു. കൂടുതൽ ആൻസേഴ്സ് പോരട്ടെ. എന്നാണ് പെരുമാറ്റച്ചട്ടം അഥവാ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വരുന്നത് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടത്? ഓക്കെ, 2 പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പവിത്ര ഉണ്ണി പറഞ്ഞത് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. ജീസ് കൈതാരവും അത് തന്നെയാണ് പറയുന്നത്, വെൻ ഇലക്ഷൻ ഡേറ്റ്സ് ഡിക്ലെയർഡ്. ദീപ പെരുമാൾ പറഞ്ഞിരിക്കുന്ന വെൻ ദ ഇലക്ഷൻ സ്കെഡ്യൂൾ ഈസ് അനൗൺസ്ഡ്. 3. ഷിജു ജോബു പറഞ്ഞിരിക്കുന്ന 48 hours എന്ന്. ജയശ്രീ ജോൺ വെൻ ഇലക്ഷൻ ഡേറ്റ് ഈസ് ഡിക്ലെയർഡ്. ഓക്കെ, 5 പേര് ആൻസർ പറഞ്ഞു. പവിത്ര, ജീസ്, ദീപ, ഷിജു ആൻഡ് ജയശ്രീ ജോൺ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ലോക്ക് ചെയ്യുകയാണ്. ശരിയായിട്ടുള്ള ആൻസർ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പോൾ പവിത്ര ഉണ്ണിക്ക് നമുക്ക് 1 പോയിന്റ് കൊടുക്കാം. പവിത്രയാണ് അത് ആദ്യമായിട്ട് പറഞ്ഞത്. ജീസ് കൈതാരം, ദീപ പെരുമാൾ, ജയശ്രീ ജോൺ എന്നിവരെല്ലാം കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞത് പവിത്ര ഉണ്ണിയാണ്. അതുകൊണ്ട് പവിത്രയ്ക്ക് 1 പോയിന്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം, ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം. നോക്കട്ടെ, 9ാമത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ദിവ്യ ശ്രീകുമാർ വിജ്ഞാപനം വരുമ്പോൾ എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന വ്യക്തി? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന വ്യക്തി? അവിടെ രമ്യ പ്രിൻസും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, വെൻ ഇലക്ഷൻ സ്കെഡ്യൂൾ ഈസ് അനൗൺസ്ഡ്. പക്ഷേ പോയിന്റ് പവിത്ര കൊണ്ടുപോയിരിക്കുകയാണ്. ചാടി പറയണം കേട്ടോ എല്ലാവരും. ഓക്കെ, അടുത്ത ജീസ് കൈതാരം. അതെ, കറക്റ്റ് ആയിരുന്നു ജീസിൻ്റെതും. അതെ, ആൻസേഴ്സ് ഒത്തിരി കറക്റ്റ് പറയുന്നുണ്ട് ഒത്തിരി പേര്. പക്ഷേ സോറി, പോയിന്റ് ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
ജയശ്രീ ജോൺ ശേഷനാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ദീപ പെരുമാൾ ടി എൻ ശേഷൻ എന്ന് പറയുന്നു. പവിത്ര ഉണ്ണി ടി എൻ ശേഷൻ എന്ന് പറയുന്നു. കൂടുതൽ ആൻസേഴ്സ് ഉണ്ടോ? ദിവ്യ ശ്രീകുമാർ ടി എൻ ശേഷൻ എന്ന് പറയുന്നു. ജി സ്കൈതാരം ടി എൻ ശേഷൻ. ഓക്കെ, അപ്പൊ എനിക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ, എനിക്കൊരു സംശയം. ശേഷനാണോ എന്ന് ചോദിച്ചയാൾക്ക് പറയണോ, ടി എൻ ശേഷൻ എന്ന് ഉറപ്പിച്ചു പറഞ്ഞയാൾക്ക് കൊടുക്കണോ? ശേഷനാണോ എന്ന് ജയശ്രീ ആദ്യം ചോദിച്ചു. ആദ്യം ചോദിച്ചതും ജയശ്രീയാണ്. പക്ഷെ രണ്ടാമത് ദീപ പെരുമാൾ ടി എൻ ശേഷൻ എന്ന് കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ആർക്കാണ് പോയിന്റ് കൊടുക്കേണ്ടത്? പബ്ലിക് ഒപ്പീനിയന് ഞാനത് വിട്ടു തരുന്നു. ജയശ്രീക്ക് കൊടുക്കണോ, ദീപ പെരുമാളിന് കൊടുക്കണോ? ജെംസ് ജോസഫും ടി എൻ ശേഷൻ എന്ന് പറയുന്നു. ജയശ്രീക്ക് കൊടുക്കണോ, ദീപ പെരുമാളിന് കൊടുക്കണോ? ഓക്കെ, പവിത്ര ഉണ്ണി നമ്മുടെ എഡിറ്റർ ജി പറയുന്നു ഉറപ്പ് പറഞ്ഞയാൾക്ക് കൊടുക്കൂ. ദീപ പെരുമാള് സ്ഥാനാർത്ഥിയുടെ ഒരു പോസ്റ്ററിലൊക്കെ നിൽക്കുന്നുണ്ട്, എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞ്. ജയശ്രീ അതെ ഇത് അന്യായം എന്ന് പറയുന്നു. അന്യായമല്ലേ, നമുക്ക് അതിന്റെ കേസ് ഫയൽ ചെയ്യാം തൽക്കാലം. അപ്പൊ നമുക്ക് പോയിന്റ് ദീപ പെരുമാളിന് കൊടുക്കാം. ഓക്കെ, ജയശ്രീ എന്നോട് പിണങ്ങല്ല കേട്ടോ, എനിക്ക് പേടിയാ എഡിറ്റർ ജിയെ. ഓക്കെ, ദീപ പെരുമാളിന് ഒരു പോയിന്റും കൂടെ കിട്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ പോയിന്റ് നില ഇങ്ങനെയാണ്. ദിവ്യ ശ്രീകുമാർ 2 പോയിന്റ്, ഫാബി നിസാർ 2 പോയിന്റ്, ജയശ്രീ 1 പോയിന്റ്, ഷാനി 1 പോയിന്റ്, ദീപ പെരുമാൾ 2 പോയിന്റ്, പവിത്ര ഉണ്ണി 1 പോയിന്റ്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ശേഷിക്കുന്നുള്ളൂ. ഇതിങ്ങനെ ടൈ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ മിനിമം ഏജ് എത്രയാണ്? അതായത് ഒരാൾക്ക് സ്ഥാനാർത്ഥിയാകണമെങ്കിൽ, നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ 18 ഏജ്, സ്ഥാനാർത്ഥിയാകണമെങ്കിൽ എത്രയാണ് ഏജ്? ഗീവ് മോർ ക്വസ്റ്റ്യൻസ് എന്ന് ജി സ്കൈതാരം പറയുന്നു. ജയശ്രീ ജോൺ ഞാൻ വാക്കൗട്ട് നടത്തുന്നു എന്ന് പറയുന്നു. സോറി, എനിക്ക് കാണത്തില്ല ജയശ്രീ. ഓക്കെ, ജി സ്കൈതാരം 25, ഷിജു ജോബു 35, ദീപ പെരുമാൾ 25, ദിവ്യ ശ്രീകുമാർ 25, പവിത്ര ഉണ്ണി 21. ഓക്കെ, ആൻസേഴ്സ് ചെറുപറ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പേര് ആൻസർ ചെയ്ത കാരണം ഇതിലെ ശരിക്കുള്ള ഉത്തരം 25 എന്നാണ്. സ്ഥാനാർത്ഥിയുടെ മിനിമം പ്രായം 25 നമുക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം 18. വോട്ട് ചെയ്യാനുള്ള പ്രായം 21 ആയിരുന്നു. അത് 3-4 ദശകങ്ങൾക്ക് മുൻപ് അത് 18 നിജപ്പെടുത്തുകയായിരുന്നു, കുറച്ച് എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രായം 25. അതുകൊണ്ട് ജി സ്കൈതാരം ആഫ്റ്റർ സോ മെനി കറക്റ്റ് ആൻസേഴ്സ്, ജീസ് ഒത്തിരി കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് ഒരു പോയിന്റ് നേടാനായത്. കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഒത്തിരി പേർക്ക് ഇതിന് ആൻസർ ഉണ്ട്. 21, 35, 25, രമ്യ പ്രിൻസ് 25 എന്ന് പറയുന്നു, ഷിജു ജോബു 25, ദിവ്യ ശ്രീകുമാർ. ഇവിടെ നെറ്റ് സ്ലോ ആണോ? ചോദ്യം മുഴുവനാകും മുൻപേ ആൻസർ അവിടെ കാണുന്നു. ഓ, എന്ത് ചെയ്യാനാ ദിവ്യ, ഇനി എന്റെ സ്ലോ കണക്ഷൻ ആണോ എന്നും അറിയത്തില്ല. ഇവിടെ ആദ്യം ആൻസർ വരുന്നയാൾക്ക് അല്ലേ നമുക്ക് പോയിന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. എന്നിട്ട് ചാടി ഉത്തരം പറഞ്ഞോളൂ. ഓക്കെ, എക്സൈറ്റിംഗ് പ്രൈസസ് ആണ് വിന്നേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ശ്രമിക്കുക മാക്സിമം. ഓക്കെ, ഫാബി നിസാർ 25 എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ കേട്ടേ ഇല്ല എന്ന് ജെംസ് ജോസഫ് പറയുന്നു. ഐ എം സോറി, ഇനി എന്റെ നെറ്റിന്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല. ആൻസർ മാത്രം വന്നു എന്ന് ജെംസ് പറയുന്നു. ഇനി പവിത്ര 5 ചോദ്യം കൂടി ചോദിക്കാൻ പറയുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ പോയിന്റ് നില കണ്ടിട്ട് ചോദ്യങ്ങളും കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തോന്നുന്നു. കാരണം 3 പേർക്ക് ഇപ്പോൾ ടൈ ആണ് ഒന്നാമത്തെ ഫസ്റ്റ് പ്ലേസിന് വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും സെക്കൻഡ് പ്ലേസിലുണ്ട് 1 പോയിന്റുമായിട്ട്. ഓക്കെ, ഐ തിങ്ക് യുവർ നെറ്റ് ഇസ് സ്ലോ. അതെ, എന്റെ നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു. എനിവേ, ഐ എം സോറി അബൌട്ട് ദാറ്റ്. എനിവേ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 10ാമത്തെ ചോദ്യം
ആയിരുന്നു ഞാനിപ്പോൾ ചോദിച്ചത്. 10 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ടൈയിലാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഏറ്റവും കുറഞ്ഞ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി അതേത് കാലഘട്ടത്തിലാണ്? അതായത് ഒരു ടോട്ടൽ സ്പാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പല ഘട്ടങ്ങളിലായിട്ട് പ്രധാനമന്ത്രി ഓഫീസ് കൈകാര്യം ചെയ്തത് അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഒരൊറ്റ കാലയളവിൽ ഒരൊറ്റ എന്താ പറയുന്നത്, ഒരു ഒറ്റ പീരിയഡില് ഏറ്റവും കുറഞ്ഞ ദിവസം പ്രധാനമന്ത്രിയായിരുന്ന ആൾ ആരാണ്? ഇന്ത്യയിലെ കേട്ടോ, ഏറ്റവും കുറഞ്ഞ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ്? ജീസ് കൈതാരം വീണ്ടും വന്നിരിക്കുന്നു. 13 ദിവസം. ഓക്കെ, ജീസ് കൈതാരം. ഓക്കെ, ഞാൻ ഡയറ്റിംഗ് ആണ്. ദീപ പെരുമാൾ. പ്രൈസ് ഈറ്റബിൾ അല്ലല്ലോ? അല്ലല്ല, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓൺലൈൻ പ്രൈസ് ആണ് കേട്ടോ. പവിത്ര ഉണ്ണി ദീപ പെരുമാൾ എന്ന് പറയുന്നു. അതെന്തിനാണ്? ഏറ്റവും കുറഞ്ഞ കാലം പ്രധാനമന്ത്രിയായിരുന്നു ദീപ പെരുമാൾ. ഓക്കെ, ജീസ് കൈതാരം 13 ഡേയ്സ് വാജ്പേയി. പവിത്ര ഉണ്ണി ജനതാ പാർട്ടി PM അല്ലേ, എന്തായിരുന്നു പേര് എന്ന് ചോദിക്കുന്നു. ദീപ പെരുമാൾ ചരൺ സിംഗ് എന്ന് പറയുന്നു. ജയശ്രീ ജോൺ വാജ്പേയി 13 ദിവസങ്ങൾ. ഷിജു ജോബു അടൽ ബിഹാരി വാജ്പേയി എത്ര ദിവസങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. രമ്യ പ്രിൻസ് ചരൺ സിംഗ്. ദിവ്യ ശ്രീകുമാർ ലാൽ ബഹദൂർ ശാസ്ത്രി. ഫാബി നിസാർ അടൽ 13 ഡേയ്സ്. ഓക്കെ, കുറെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലെ കറക്റ്റ് ഉത്തരം AB വാജ്പേയി 13 ഡേയ്സ്. അതായത് 1996 തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭ തന്നെയായിരുന്നു എങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാൻ വാജ്പേയിക്ക് ആവാതെ പോയി. അതുകൊണ്ട് 13 ദിവസം കഴിഞ്ഞപ്പോൾ ലോക്സഭ പിരിച്ചുവിടേണ്ടി വന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഉത്തരം വാജ്പേയിയാണ് 13 ഡേയ്സ്. ജീസ് കൈതാരമാണ് പോയിന്റ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ജീസും ഇപ്പോൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേരാണ്, ദിവ്യ, ഫാബി, 4 പേര്, ദീപ, ജീസ് കൈതാരം. ഓക്കെ, വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജീസ് കൈതാരം 1996 നടന്നതെന്ന് പറയുന്നു നിഷ. വാജ്പേയി എന്ന് പറയുന്നു നിഷ കുമാർ. ജെയിംസ് ജോസഫ് 13 ഡേയ്സ് അടൽ ബിഹാരി വാജ്പേയി. പവിത്ര ഉണ്ണി ജീസ് കൈതാരത്തിന് ഓക്കെ ഒരു ബിഗ് അപ്ലോസ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്? ലോക്സഭയിലെ ടോട്ടൽ മെമ്പർ സ്ട്രെങ്ത് എത്രയാണ്? അതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ലോക്സഭയിലെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്? കേരളത്തിൽ നിന്ന് നമ്മൾ 20 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നുണ്ട്. ഓക്കെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങി. ജയശ്രീ ജോൺ 543, ദിവ്യ ശ്രീകുമാർ 543, ദീപ പെരുമാൾ 552. ദീപ കുറെ പേരെയും കൂടെ ചേർത്തെന്ന് തോന്നുന്നു. സിൽവി ഒക്കെ അതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു. പവിത്ര ഉണ്ണി 543. ഓക്കെ, ഇനിയുണ്ടോ ആൻസേഴ്സ്? 543 ഫാബി നിസാർ. ഗൂഗിള് ചെയ്യാം കേട്ടോ. എന്റെ പെർമിഷന് വേണ്ടിയിട്ട് ആരോ കാത്തിരിക്കുന്നത് പോലെ. എന്തായാലും 543. എന്റെ ഗൂഗിളും നിങ്ങളുടെ ഗൂഗിളും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ആവോ? എനിക്ക് ഇതുവരെ കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ല. സോറി. ആരെങ്കിലും കറക്റ്റ് ആൻസർ കൊണ്ടുവരൂ. 550 ജെയിംസ് ജോസഫ്. 543 മാക്സിമം 552. സിൽവി ഗ്ലൂക്കോസ് എടുക്കട്ടെ? എനിക്ക് വല്ല ബിരിയാണി ആണെങ്കിൽ കൊള്ളായിരുന്നു. അല്ലേ വേണ്ട, സർബത്ത് മതി. ഇന്നലെ പവിത്ര പറഞ്ഞായിരുന്നു തരാമെന്ന്. നെറ്റ് ഓക്കെ, നെറ്റ് പ്രോബ്ലം ഉണ്ട്. ഗൂഗിൾ അമ്മച്ചി ചിലപ്പോൾ തെറ്റിക്കും. ഇത് ഞാനൊരു ക്വിസ് പ്രോഗ്രാമിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് അവര് പറഞ്ഞത് അനുസരിച്ച് 582 550. ഓക്കെ, ഞാൻ ആ ക്വിസ് പ്രോഗ്രാമിൽ പറഞ്ഞത് 545 എന്നാണ്. കാരണം 2 നോമിനീസും പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 543 പേരും, അങ്ങനെ 545 എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം
ചെയ്യാം, 543 ആദ്യം പറഞ്ഞയാൾക്ക് പോയിന്റ് കൊടുക്കാം. കാരണം നമ്മൾക്കൊക്കെ ജനറലി നമുക്കറിയാവുന്ന 543 മെമ്പേഴ്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് 543 എന്ന് പറഞ്ഞ് ജയശ്രീക്ക് ഒരു പോയിന്റ്. മൈ ഗോഡ്. അപ്പൊ ജയശ്രീക്ക് 543-ന് ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഇനി എല്ലാവർക്കും ഒരു അസൈൻമെന്റ് ആണ് കേട്ടോ. കറക്റ്റ് നമ്പർ എത്രയാന്ന് വീട്ടിൽ ഇത് കഴിയുമ്പോൾ കണ്ടുപിടിക്കുക. ഒരു സോഡ സർബത്ത് സിൽവിയുടെ ടേബിളിൽ കൊടുക്കൂ. അതെ, താങ്ക് യു. അത് നല്ല തീരുമാനമാണ്. അത് ജയശ്രീ എങ്ങനെയാണേലും നല്ല തീരുമാനങ്ങളുടെ കാവൽക്കാരിയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ദിവ്യയാണോ ആദ്യം പറഞ്ഞത്? എന്റെ ഇതില് ആദ്യം വന്നിരിക്കുന്നത് നോക്കട്ടെ. ദിവ്യ, ശ്രീകുമാർ, ലാൽ ബഹദൂർ ശാസ്ത്രി, ജീസ് കൈതാരം, പവിത്ര. 540. ദിവ്യ അത് തൊട്ടു പുറകിലാണ് വന്നിരിക്കുന്നത്. ജയശ്രീ ജോണിന് തൊട്ടു പുറകിലാണ് ദിവ്യ വന്നിരിക്കുന്നത്. ഇനി ഒരേ സമയം ആയിരുന്നില്ല കേട്ടോ. ഒരു സെക്കൻഡ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നേ എന്റെ സ്ക്രീനിൽ വരാനായിട്ട്. അതുകൊണ്ട് ജയശ്രീക്ക് കൊടുക്കട്ടെ. എന്റെ ദൈവമേ, വഴക്കാളിയാ കേട്ടോ ജയശ്രീ. ഞാനാണെന്നും പറഞ്ഞോണ്ട് അവിടെ വഴക്കുണ്ടാക്കുന്നു. എനിവേ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. സോറി ദിവ്യ. ഓക്കെ, നമുക്കൊരു വടംവലി അങ്ങ് നടത്താം കേട്ടോ. ഇതെല്ലാരും ടൈയെ നിൽക്കുക. 1, 2, 3, 4, 5 പേരാണ് 2 പോയിന്റ്സ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. നോട്ട. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോട്ട എന്നാൽ എന്താണ്? നോട്ട എന്നാൽ എന്താണ്? ദിവ്യ പാവം വിട്ടുകൊടുക്കാം. അതെ ദിവ്യ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ജനാധിപത്യ രാജ്യമായി പോയില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ആദ്യം ചാടിക്കേറി പറഞ്ഞു കേട്ടോ. നോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? NOTA. ഓക്കെ, ജെൻസ് ജോസഫ് യെസ് എന്ന് പറയുന്നു. ഉത്തരം പറയൂ. നോട്ട. സാധുവായ വോട്ടായി കണക്കാക്കില്ല. അതല്ല ദീപ എന്റെ. ഓക്കെ, സോറി. അതിന്റെ ഫുൾ ഫോം പറയാമോ? ഒറ്റ ഒരെണ്ണത്തിന് വോട്ട് കിട്ടാൻ യോഗ്യതയില്ലെന്ന് പൗത്രവള്ളി. കറക്റ്റ് ആണ്, എല്ലാരും കറക്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, നൺ ഓഫ് ദി അബവ് എന്ന് ദിവ്യ ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നു. നൺ ഓഫ് ദി അബവ് എന്ന് ജയശ്രീ ജോണും പറഞ്ഞിരിക്കുന്നു. ഫാബി നിസാറും നൺ ഓഫ് ദി അബവ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നൺ ഓഫ് ദി അബവ് ആണ് നോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്ന് ഞാൻ ചോദിച്ചില്ല. എങ്കിലും നമ്മുടെ ഈ മത്സരത്തിന്റെ ഒരു അവസാനം ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് ഞാൻ ദിവ്യക്ക് പോയിന്റ് കൊടുക്കുകയാണ്. പവിത്ര, സദയം എന്നോട് ക്ഷമിക്കുക. പവിത്രയല്ല, അതിനു മുമ്പ് വേറെ ആരാണ്ട് പറഞ്ഞല്ലോ, ദീപ. സാധുവായ വോട്ടായി കണക്കാക്കില്ല. പക്ഷെ നൺ ഓഫ് ദി അബവ് എന്ന് ഞാൻ മാർക്ക് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഫുൾ ഫോം മതി. ഓക്കെ, അപ്പോൾ ദിവ്യക്ക് പോയിന്റ് കിട്ടിയിരിക്കുന്നു, 3 പോയിന്റ്സ്. എങ്കിലും നമ്മുടെ സെക്കൻഡ് ഇപ്പം ദിവ്യക്ക് 3 പോയിന്റ്, ഫാബി, ജയശ്രീ, ദീപ പെരുമാൾ, ജീസ് കൈതാരം, ഇത്രയും പേർക്ക് 2 പോയിന്റ്സ് ആയിട്ട് അവർ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടെ എങ്കിലും ചോദിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. 12. എന്നാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് ഈ നോട്ട തന്നെ. ഞാൻ ആദ്യം പറഞ്ഞത് എന്ത് പറഞ്ഞത്? ചുമ്മാ വഴക്കുണ്ടാക്കുന്നത് കണ്ടോ, ഓൺലൈനിൽ കയറി വഴക്കുണ്ടാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതെന്ന്. ഞാനാ നോക്കട്ടെ, എന്നതാ ഞാനാന്ന് പറയുന്നത്? ജയശ്രീ, അത് പഴയത്. ജയശ്രീ അതാണ്. ജെൻസ്റ്റോൺ അതാണ്. സാധുവായ പോയോ? എന്നെ കേൾക്കാവോ ആർക്കെങ്കിലും? എന്നെ കേൾക്കാമോ? കേസ് കൊടുക്കും. എന്നെ കേൾക്കാമോ? കാണുന്നില്ല. അതെന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. എനിക്കും എന്നെ കാണുന്നില്ല. കറണ്ട് പോയത്? കറണ്ട് ഒന്നും പോയിട്ടില്ല. പക്ഷെ എന്റെ ഫോണിൽ എന്തോ, എനിക്ക് പോലും എന്നെ കേൾക്കത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാമേ.
അപ്പൊ അടുത്ത എന്റെ ക്വസ്റ്റ്യന് നോട്ട എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നോട്ട എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്? ഏത് വർഷം? എന്ത് പറ്റിയോ എന്നെ കാണത്തില്ലാത്തത്? ഓക്കെ, എന്റെ കൈ തട്ടി ഇത് ക്യാമറ തിരിഞ്ഞു പോയതാണ്. ഓക്കെ, ഫിൽറ്റർ റിമൂവ് ചെയ്ത് നോക്ക്. ഫിൽറ്റർ അല്ല, കൈ തട്ടി ക്യാമറ തിരിഞ്ഞു പോയതാണ്. ദീപ പെരുമാൾ 2014 ജീസ് കൈതാരം പോയോന്ന് ചോദിക്കുന്നു. ഇല്ലില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അറിയാതെ ഒരു വികൃതി കാണിച്ചതാണ്. ദിവ്യ ശ്രീകുമാർ 2013 എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ദിവ്യ ശ്രീകുമാറിന്റെ ഉത്തരമാണ് കറക്റ്റ്, 2013. ദിവ്യക്ക് വീണ്ടും ഒരു പോയിന്റ് കൂടെ. അതിവേഗം ബഹുദൂരം ദിവ്യ 4 പോയിന്റായി ദിവ്യക്ക്. എങ്കിലും രണ്ടാം സ്ഥാനക്കാര് 2 പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് 2003 ജയശ്രീ ജോൺ 2003 എന്ന് എഴുതിയിരിക്കുന്നു. 2003 ഏതേലും ഇലക്ഷൻ നടന്നായിരുന്നോ കുട്ടി? എനിക്കറിയത്തില്ല കേട്ടോ. 2004 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഫാബിയൻ 2013 എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മള് അനാമിക 2013 എന്ന് പറയുന്നു. ഓക്കെ, മത്സരം തീരാറായപ്പോഴത്തേനും ഭയങ്കര ആവേശമാണ്. പക്ഷെ പോയിന്റ് അടിച്ച് മാറ്റിയിരിക്കുന്ന ദിവ്യ ശ്രീകുമാർ ആണ്. 4 പോയിന്റുമായി ബഹുദൂരം മുന്നിലാണ് ദിവ്യ ശ്രീകുമാർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്റെ മക്കളെ, എന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ തീരുവാണ് കേട്ടോ. അതുകൊണ്ട് വേഗം ഉത്തരം പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എത്രയായിരുന്നു? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എത്രയായിരുന്നു? ഖമോൺഡ്ര ദിവ്യ, പവിത്രവണ്ണി. GS കൈതാരൻ 2013 കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ഉത്തരം. ജെംസ് ജോസഫും 18 സെപ്റ്റംബർ 2018 എന്ന് പറയുന്നത് തെറ്റാണ്. ജെംസ് ജോസഫ് കാണാമെന്ന് പറയുന്നു. അനാമിക 2013. ജയശ്രീ റിപ്ലൈ ടു ജയശ്രീ. അസംബ്ലി ഇലക്ഷൻ 2003. ഓക്കെ, അസംബ്ലി ഇലക്ഷൻ ഉണ്ടായിരുന്നോ 2003? 2003, 2008, 2013 അങ്ങനെ വേണ്ടേ വരാൻ? ഓക്കെ, അറിയത്തില്ല. ഓക്കെ, നല്ല ക്വിസ് ആയിരുന്നു. ഇനിയുണ്ട്. ഇനിയിപ്പം നമുക്ക് 1ാം സ്ഥാനക്കാരിയെ കിട്ടി. ഓക്കെ, ദിവ്യ ഇനി ആൻസർ പറയണ്ട. 2ാം സ്ഥാനക്കാരാണ് ഇനി പറയേണ്ടത് കേട്ടോ. അല്ല, ബാക്കിയുള്ളവരെല്ലാം പറയുക. ഓക്കെ, 67.4. ഓക്കെ, നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു ദീപ പെരുമാൾ. അപ്പൊ ദീപ പെരുമാളിന് 67.4 എന്ന് പറഞ്ഞ ദീപ പെരുമാളിന് മാർക്ക് പോയിന്റ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ദീപ ഇതാ 2ാം സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നു. ഇനിയുണ്ട് 3ാം സ്ഥാനത്തിന്. ഫാബി നിസാർ, ജയശ്രീയും ജീസ് കൈതാരവും തമ്മിൽ വീണ്ടും മത്സരത്തിലാണ്. അപ്പൊ നമ്മൾ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഉറപ്പിച്ചു. ഇനി 3ാം സ്ഥാനത്തിനാണ്. അപ്പൊ ഇനി ദിവ്യയും ദീപയും മിണ്ടാൻ പാടില്ല കേട്ടോ. ഓക്കെ, കൺഗ്രാചുലേഷൻസ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, അത് 3ാം സ്ഥാനം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫാബി, ജയശ്രീ, ജീസ് കൈതാരം, ഇങ്ങനെ 3 പേരാണ് ഈ മത്സര രംഗത്തുള്ളത്. ബാക്കിയുള്ളവർക്ക് സൈലന്റ് ഓഡിയൻസ് ആകാം കേട്ടോ. ഇവര് 3 പേര് ആൻസർ പറയട്ടെ. നമുക്കൊരു 3ാം സ്ഥാനക്കാരി വേണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ദീപ, ഞാൻ ഔട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആൻസർ പറയാം. പക്ഷെ ഞാൻ ഈ ഫാബി, ജയശ്രീ, ജീസ് കൈതാരം ഇവരെ 3 പേരെയാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. ജീസ് കൈതാരം ക്വസ്റ്റ്യൻ കേട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ജെംസ് 68 എന്ന് പറയുന്നു. 67% ജെംസ് 2019 പോളിംഗ്. ഷിജു ജോബ്, മൊറാർജി ദേശായി എന്ന് പറയുന്നു. നമുക്ക് ഫാബി, ജയശ്രീ, ജീസ് കൈതാരം ഇവർക്ക് ആർക്കും ആൻസർ ഇല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ്
പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ജീസ് കേട്ടോ? സാബി, അടൽ ബിഹാരി, ജയശ്രീ ജോണും ജീസ് കൈതാരവും ക്വസ്റ്റ്യൻ കേട്ടില്ല എന്നുണ്ടോ? ചരൺ സിംഗ്, രണ്ടുപേരുടെ ഉത്തരം തെറ്റാണല്ലോ. ഫാബിയുടെയും ജീസ് കൈതാരത്തിന്റെയും ഉത്തരം തെറ്റാണ്. ജയശ്രീ മൊറാർജി ദേശായി. ഓക്കെ, അപ്പൊ ജയശ്രീ കറക്റ്റ് ആൻസറും കൊണ്ട് വന്നിരിക്കുന്നു. പക്ഷെ എന്റെ ഫോൺ ഓവർ ഹീറ്റിംഗ് ആണ്, ഇപ്പൊ ക്ലോസ് ആകുമെന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ സമ്മാനം നമ്മള് ക്വിസ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് പ്രൈസിനും സെക്കൻഡ് പ്രൈസിനും തേർഡ് പ്രൈസിനും ആളായിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് 4 പോയിന്റുമായി ദിവ്യ ശ്രീകുമാർ, അനായാസം, അതിവേഗം, ബഹുദൂരം എല്ലാവരെയും കീഴടക്കി ദിവ്യ ശ്രീകുമാർ ആണ് ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒരു ഊറ്റമായിട്ട് ഒരു കയ്യടി കൊടുത്തേ എല്ലാവരും. ജെയിംസ് ജോസഫ് മൊറാർജി ദേശായി എന്ന് പറയുന്നു. അപ്പൊ ദിവ്യ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ദീപ പെരുമാളാണ്. ദീപയ്ക്ക് 3 പോയിന്റ്സ്. അതിനുശേഷം നമ്മൾ ദീപയെയും ദിവ്യയെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് നമ്മൾ 3-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തുടർന്നത്. അപ്പോൾ അതിൽ വിജയിച്ചിരിക്കുന്നത് ജയശ്രീ ജോൺ ആണ്. അങ്ങനെ 3-ാം സ്ഥാനം ജയശ്രീ ജോണിനാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് ദിവ്യ, കൺഗ്രാറ്റ്സ് ദീപ, കൺഗ്രാറ്റ്സ് ജയശ്രീ. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. കാരണം എല്ലാവരും തന്നെ ഒത്തിരി ഉത്തരങ്ങൾ പറഞ്ഞെങ്കിലും ആദ്യം ആര് പറയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പോയിന്റ് കിട്ടിയത്. ആദ്യം ആര് പറയുന്നു എന്നുള്ളതല്ല, ആദ്യം ആരുടെ ഉത്തരം എന്റെ സ്ക്രീനിൽ തെളിയുന്നു എന്നുള്ളതനുസരിച്ചായിരുന്നു. അതുകൊണ്ട് ആരും പിണങ്ങണ്ട, നമുക്കിനിയും ഇഷ്ടംപോലെ ലൈവുകൾ വരാനുണ്ട്. അപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് പ്രൈസ് ഉണ്ട്. പ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഉദ്ദേശിച്ചിരുന്ന പ്രൈസ് 1-ാം സ്ഥാനം കിട്ടുന്നയാള് 3 ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കുക, ഇലക്ഷൻ സംബന്ധിയായത്. 2-ാം സ്ഥാനം കിട്ടുന്നയാള് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. 3-ാം സ്ഥാനം കിട്ടുന്നയാള് 1 ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതായിരുന്നു എന്റെ ഒരു തീരുമാനം. പക്ഷെ എന്റെ ഫോൺ എന്നെ കളിപ്പിക്കുമോ എന്നറിയത്തില്ല. ഏതായാലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ തേർഡ് പ്രൈസ് കിട്ടിയ ജയശ്രീ ജോൺ ആദ്യം ചോദിച്ചാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ കമന്റിൽ ഇട്ടാലും മതി. സിൽവി ചേച്ചി റോക്ക് ദ ക്വിസ്. ദിവ്യ ശ്രീകുമാർ ദൈവമേ എന്ന് പറയുന്നു. ജയശ്രീ ജോൺ നല്ല ക്വിസ് എന്ന് പറയുന്നു. വരൂ, ഒരു ക്വസ്റ്റ്യനുമായിട്ട് വരൂ. ജയശ്രീക്കാണ് ആദ്യത്തെ കുറി വീണിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ. ദീപ പെരുമാൾ 2 ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചുകൊണ്ട് വരൂ. ദിവ്യ ശ്രീകുമാറിന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വിസ്. 3 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമാണ് ഈ ക്വിസ് തന്നിരിക്കുന്നത്, ഈ വിജയം തന്നിരിക്കുന്നത്. താങ്ക് യു. നല്ലൊരു ലൈവ് ആയിരുന്നു കേട്ടോ. താങ്ക് യു ഫാബി. ജയശ്രീ നല്ല ക്വിസ്. താങ്ക് യു. ജീസ് കൈതാരം, സിൽവി നെറ്റ് നല്ലത് എടുക്കൂ. ശ്രമിക്കണം. പവിത്ര, അത് നല്ലൊരു ഇതാണ്. ദീപ പെരുമാൾ, ഫോൺ വെള്ളത്തിലിടൂ, തണുക്കട്ടെ. എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്തതാ കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഞാനും ചെയ്തെന്നിരിക്കും. ഏതായാലും ഒരു ബ്ലഡ് അല്ലേ. അനാമിക, കൺഗ്രാറ്റ്സ് ഓൾ. ജയശ്രീ ജോൺ ഫോൺ വെള്ളത്തിലിടൂ എന്ന് പറയുന്നതിന് അത് കൊള്ളാം എന്ന് പറയുന്നു. സിൽവി, നെറ്റ് ഇഷ്യൂ അല്ല, എനിക്ക് ഇവിടെ മുഴുവൻ കിട്ടി. താങ്ക് യു പവിത്ര. അപ്പോൾ എങ്ങനെയാ ജയശ്രീ, ആദ്യത്തെ ക്വസ്റ്റ്യനുമായിട്ട് വരുവോ? ഇപ്പം ദീപ പെരുമാൾ 2 ക്വസ്റ്റ്യൻസും കൂടെ കണ്ടുപിടിക്കണം. ദിവ്യ 3 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് ആണേലും മതി. ആരാദ്യം ചോദിക്കുന്നത്? ഞാൻ പ്രൈസ് തന്നില്ല എന്ന് ആർക്കും തോന്നരുതല്ലോ. ആരുടെ അനക്കവും ഇല്ലല്ലോ. ജയശ്രീ, ആരെങ്കിലും ഒരു തംസപ്പ് ഒക്കെ ഇട്ടെ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാരും പോയോ?
ജീസ് കൈതരം. പൗത്ര ഉണ്ണി നെറ്റ് കുറച്ച് എല്ലാവർക്കും കൊടുക്കൂ. അതെ, അത് ന്യായമായിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ? ഇനി അടുത്ത തവണ ഞാൻ വരുവാണെങ്കിൽ ജയശ്രീയുടെ നെറ്റും കൊണ്ടേ വരുള്ളൂ. അങ്ങനെയാകുമ്പോ അത് തീർന്നു പോകുമല്ലോ. ജയശ്രീയുടെ അല്ല, പവിത്രയുടെ. ഓക്കെ, പവിത്ര ഉണ്ണി ചോദ്യം തപ്പാൻ പോയി കാണും. വേറെ ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നുന്നുണ്ടോ? ദീപ പെരുമാൾ, ദേശീയ വോട്ടേഴ്സ് ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ഓക്കെ, ദീപ പെരുമാൾ ക്വസ്റ്റ്യനുമായിട്ട് വന്നിരിക്കുന്നു. ദേശീയ വോട്ടേഴ്സ് ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? എല്ലാരും ചെറപറ ആൻസേഴ്സ് ഇട്ടോളൂ. ദീപ അതിന് കറക്റ്റ് ആൻസർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അതിൽ നിന്ന് ദേശീയ വോട്ടേഴ്സ് ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത് എന്നാണ് ദീപ ചോദിക്കുന്നത്. ഉത്തരങ്ങൾ പോരട്ടെ? എനിക്കറിയത്തില്ല കേട്ടോ. സോറി. ഓക്കെ, എന്തേ എല്ലാവരുടെയും ഗൂഗിള് സ്ലോ ആണെന്ന് തോന്നുന്നല്ലോ, കാണുന്നില്ലല്ലോ. ദേശീയ വോട്ടേഴ്സ് ദിനം ഏത് ദിവസമാണ്? ജനുവരി 25 എന്ന് ജീസ് കൈതാരം പറയുന്നു. കറക്റ്റ് ആണോ ദീപ? ഈ ഓക്കെ, ജയശ്രീയുടെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് തീർപ്പാക്കിയാലോ? ദേശീയ വോട്ടേഴ്സ് ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ജനുവരി 25 എന്ന് ജീസ് കൈതാരം പറയുന്നു. ദീപ പവിത്രയും ജനുവരി 25 എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആരാ ലൈക്ക് ചെയ്തത്? ദീപ പെരുമാൾ. ഓക്കെ, ജനുവരി 25. അതിന്റെ പോയിന്റ് ജീസിനാണ് കിട്ടിയിരിക്കുന്നത്. ജീസ് കൺഗ്രാചുലേഷൻസ്. പൗത്രയ്ക്ക് മുൻപേ ജീസ് അത് പറഞ്ഞു. ഓക്കെ, ഇനി ഓക്കെ, താങ്ക് യു ദീപ. അപ്പൊ നമുക്ക് ജയശ്രീയുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഇലക്ഷന് മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നതാണ് ജയശ്രീയുടെ ക്വസ്റ്റ്യൻ. ഈ ഇലക്ഷന് ഇന്ത്യ മുഴുവൻ ആകെ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നാണ് ജയശ്രീയുടെ ചോദ്യം. ജെംസും കഴിഞ്ഞ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ജാൻ 25 എന്ന്. ഓക്കെ, ഇനി നമുക്ക് ജയശ്രീയുടെ ക്വസ്റ്റ്യന് ആൻസർ പറയാം. ഈ ഇലക്ഷന് മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ട്? 7 ഘട്ടമായിട്ടാണ് ഇത് ഇലക്ഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം മൊത്തത്തില് ഇന്ത്യ മുഴുവൻ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ട്? എനിക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലായിരുന്നു ഞാൻ ഇപ്പൊ ചാടി വീണേനെ. ആർക്കും ആൻസർ കിട്ടിയില്ലേ? എല്ലാവരുടെയും ഗൂഗിൾ സ്ലോയാ. ആദ്യത്തെ ഓക്കെ, ദിവ്യയും ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ജയശ്രീയുടെ ചോദ്യത്തിന് ഇതുവരെ ആൻസർ കിട്ടിയില്ല കേട്ടോ. ദിവ്യയുടെ ചോദ്യം, ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണകക്ഷിയായ പാർട്ടി. അതാണ് ദിവ്യ ശ്രീകുമാറിന്റെ ചോദ്യം. ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണകക്ഷിയായ പാർട്ടി. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യനും ആൻസേഴ്സ് പോരട്ടെ? ജയശ്രീയുടെ ചോദ്യം, ഈ ഇലക്ഷന് മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ട്? ആർക്കും ഉത്തരം കിട്ടിയില്ല ഇതുവരെ. ദിവ്യ, ജയശ്രീയുടെ ചോദ്യം കേട്ടോ. ഈ ഇലക്ഷന് മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ട്? ജീസ് കൈതാരം, കോൺഗ്രസ്. ഓക്കെ, ദിവ്യ ശ്രീകുമാറിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വന്നിരിക്കുന്നത്, കോൺഗ്രസ്. കറക്റ്റ് ആണെങ്കിൽ അത് പറയാം ദിവ്യ. ഓക്കെ, ജെംസ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 364 എന്ന് പറയുന്നു. അത് ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമായിരിക്കും അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 364 എന്ന് പറയുന്നത്. ദിവ്യ, ഈ ആൻസർ കറക്റ്റ് ആണെങ്കിൽ പറയണേ. ജയശ്രീയുടെ ചോദ്യത്തിന് ആരും ഇതുവരെ ഉത്തരം കൊണ്ട് വന്നില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥാനാർത്ഥികളാണ് ഇന്ത്യ ഒട്ടാകെ ഉള്ളത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ആൻസർ വന്നില്ല. ആരെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ, ദിവ്യ
കറക്റ്റ് ആൻസർ ഏതാന്ന് പറയൂ. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 364 എന്ന അങ്ങനെ രണ്ട് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ കേൾക്കാവോ എല്ലാവർക്കും? ആരുടെ അനക്കം ഇല്ല? എന്റെ നെറ്റ് തീർന്നതാണോ? ഓക്കെ, ആരും ആൻസർ കൊണ്ട് വരുന്നില്ലല്ലോ. ദിവ്യ ശ്രീകുമാർ യേസ് എന്ന് പറയുന്നു. അപ്പൊ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ രണ്ടുപേരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ദിവ്യ ശ്രീകുമാറിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ, ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭരണകക്ഷിയായ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് കറക്റ്റ് ആണ്. ജീസ് കോൺഗ്രസ് എന്നേ പറഞ്ഞുള്ളൂ, എങ്കിലും അന്ന് ആ ഒരു കോൺഗ്രസേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അത് കറക്റ്റ് ആൻസർ ആണ്. ഇനി ഓക്കെ, കോൺഗ്രസ്. ജയശ്രീയുടെ ക്വസ്റ്റ്യൻ ആരും ആൻസർ പറയാത്ത എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതെ, ഓക്കെ. അപ്പൊ ജീസ്, കൺഗ്രാചുലേഷൻസ്. ജെംസും കറക്റ്റ് ആണ് പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം മീ. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ആരാണ് തീരുമാനിക്കുന്നത്? ഓക്കെ, ദീപ പെരുമാളിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇലക്ഷൻ കമ്മീഷൻ. ഞാനിവിടെ എഴുതണോ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പവിത്ര ഉണ്ണി പറഞ്ഞിരിക്കുന്നു. ജീസ് കൈതാരം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നു. ദീപ പെരുമാൾ, സിൽവിക്ക് ഒരു പോയിന്റ് കൊടുക്കാം. കറക്റ്റ് ആൻസർ. താങ്ക് യു. ഓക്കെ, അത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഓഡിയോ ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് പോയിന്റ് കിട്ടി. താങ്ക് യു. ഒത്തിരി പേര് അതിന് ആൻസർ പറയുന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് ജീസ് കൈതാരം പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ആ പോയിന്റ് വീതിച്ചെടുക്കാം. പക്ഷെ ഇനിയും ജയശ്രീയുടെ ക്വസ്റ്റ്യൻ ആർക്കും ആൻസർ കിട്ടിയില്ല. അതെന്താ അങ്ങനെ? ഗൂഗിൾ ഒന്ന് ചെയ്ത് നോക്കിയേ, ഇത്തവണ ടോട്ടൽ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന്. എന്റെ അടുത്ത് പേപ്പറും ഇല്ല. ഇതിന് ആൻസർ കിട്ടിയില്ല. ഇലക്ഷന് മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ ആണോ? അത് ഗൂഗിളിൽ ഇല്ലേ? ഓക്കെ, മൊത്തത്തിൽ ഒരു കണക്ക് ആരും എടുത്തിട്ട് കാണുകയല്ല, കാരണം 7 ഘട്ടങ്ങളായിട്ടല്ലേ. അപ്പം ക്വിസ് മാസ്റ്റർ, അതായത് ജയശ്രീ, ഇതിന്റെ ആൻസർ എത്രയാണ്? ജയശ്രീ ആൻസർ പറയുകയാണെങ്കിൽ നമുക്കതൊന്ന് അറിയാമായിരുന്നു. ഇതിന് ആൻസർ കിട്ടിയില്ല. ഇലക്ഷൻ മൊത്തത്തില് ഇന്ത്യയിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ട്? ജയശ്രീ എവിടെ പോയി? ജയശ്രീ ഹാജർ വയ്ക്കൂ. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ ഇതിന്? ഇന്ത്യയിൽ മൊത്തത്തില് ഇലക്ഷന് ജയശ്രീ ജോൺ തപ്പുന്നു. ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് ആൻസർ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് അല്ലേ? ഞാനും തപ്പിക്കൊണ്ടിരിക്കുവാ ജയശ്രീ. ഞാനും ഇതേ മൂന്നാം സ്ഥാനം ഞാൻ ക്യാൻസൽ ചെയ്യും കേട്ടോ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചാല്. ആൻസർ ഇല്ല, അത് ക്വസ്റ്റ്യനും കൊണ്ട് വന്നിരിക്കുന്നു. എനിവേ, ഓക്കെ, അപ്പൊ നമുക്കത് എല്ലാവർക്കും അതൊരു ഹോംവർക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, അതിന് ആൻസർ കിട്ടുന്നില്ല. എനിവേ, എന്റെ ഭർത്താവേ, 13,521 കറക്റ്റ് ആണോ? ജയശ്രീക്കും ആൻസർ കിട്ടിയില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇനി
1000+ എന്നാരോ ആദ്യം പറഞ്ഞില്ലേ സീറ്റിന്? 1000+ എന്നോ അങ്ങനെ. എത്ര സീറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1000+ പറഞ്ഞോ? ഞാനത് ഓർക്കുന്നില്ല. 500 പറഞ്ഞതേ ഓർക്കുന്നുള്ളൂ. 1350 എന്ന് ജെൻസ് ജോസഫ് പറയുന്നു. അത് സാധ്യതയില്ല. കാരണം 543 സീറ്റുകളിലേക്ക് 2 പേര് കാണുള്ളൂ. അപ്പം 13,000 ആയിരിക്കാം ഒരുപക്ഷെ കറക്റ്റ്. അതുമല്ല, അതല്ലെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒത്തിരി നേരമായി ഇത് തുടങ്ങിയിട്ട്, 1 മണിക്കൂറിന് മേളിൽ പോയി. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇത്രയും ലൈവ്ലി ആക്കിയ എല്ലാവർക്കും ലൈവ്ലി ആക്കിയ എല്ലാവർക്കും ഒത്തിരി നന്ദി. നമുക്ക് അടുത്ത ലൈവിൽ അടുത്തയാളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ കൂട്ടക്ഷരങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, കൂട്ടക്ഷരങ്ങളെ വായിച്ചുകൊണ്ടേയിരിക്കും, കൂട്ടക്ഷരങ്ങളിൽ എഴുതിക്കൊണ്ടേയിരിക്കും. താങ്ക് യു.